ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിലുള്ള ലെറ്റ്സ് അസസ് ഭാഗം നോക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ്? ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. Sound and light are longitudinal waves. Sound is a longitudinal wave and light is a transverse wave. Sound is a transverse wave and light is a longitudinal wave. ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സൗണ്ട് എന്ത് വേവ് ആയിരുന്നു? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ വേവിന് പാരലൽ ആയിട്ട് തന്നെയായിരിക്കും അതിലുള്ള പാർട്ടിക്കിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ സൗണ്ട് എന്ത് വേവ് ആണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലൈറ്റ് എന്ത് വേവ് ആണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the upper limit of frequency of sound that a bat can hear is 120 kilohertz. If so, what is the maximum wavelength of sound it can hear? Consider the speed of sound as 350 meter per second. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാല്യൂസ് കാണാം അല്ലേ? ന്യൂമറിക്കൽ വാല്യൂസ് കാണാം. അപ്പോൾ ആ വാല്യൂസ് നോക്കിയിട്ട് എന്താണ് തന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പേപ്പറിൽ ഒരു സൈഡിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നോക്ക്, ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 കിലോ ഹെർട്സ് അല്ലേ? ഇവിടെ അപ്പം എന്താ തന്നിട്ടുള്ളത്? ഫ്രീക്വൻസി ആണ് അല്ലേ തന്നിട്ടുള്ളത്? ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? എഫ് ആണ് അല്ലേ? ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 120 കിലോ ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. ഈ കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1000 എന്നല്ലേ അർത്ഥം. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 120, ഒരു 3 പൂജ്യം ഉണ്ടാവുമല്ലോ അല്ലെ? ഒരു 3 പൂജ്യം ഉണ്ടാവും. അപ്പം ഇത് എത്ര വരും? 1,20,000 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ? കിലോനെ നമ്മൾ ഇൻറ്റു 1000 ആക്കി മാറ്റിയിട്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഫ്രീക്വൻസി എഴുതി വെച്ച്. ഇനി നോക്കാം. If so, what is the maximum wavelength of sound it can hear? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എത്രയാണ് വേവ് ലെങ്ത്? മാക്സിമം വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വേവ് ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ലാംഡയാണ് അല്ലേ? ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളത്. കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ആസ് 350 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? സ്പീഡ് വി ആണ് അല്ലേ? വി എത്രയാണ് തന്നിട്ടുള്ളത്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ലാംഡ എങ്ങനെയാണ് കാണുക? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. അപ്പം ലാംഡേനെ എങ്ങനെയാണ് നമ്മൾ കാണുക? ലാംഡ ഇസ് ഈക്വൽ ടു, ലാംഡേനെ ഇപ്പുറം വെച്ച് എഫിന് ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലേ? അപ്പോൾ ലാംഡ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ് എന്ന് കിട്ടും. അപ്പം എന്ത് ചെയ്താ? ലാംഡ ഈസ് ഈക്വൽ ടു വി എത്രയാണ് തന്നിട്ടുള്ളത്? 350 അല്ലേ? 350 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ എഫ് എത്രയാ? 1,20,000. 1,20,000. ഇനി എന്ത് ചെയ്യുക? ഹെഡ്സും ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യും? സീറോവും വെട്ടാം. ബാക്കി എന്ത് വന്ന്? 35 ഡിവൈഡഡ് ബൈ 1 2 3 0 വന്ന് അല്ലേ? അപ്പം എത്ര ആയിട്ട്? 12,000 അല്ലേ? 12,000. 35നെ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.0029 മീറ്റർ എന്നാണ്. എന്താണ്? 0.0029 മീറ്റർ എന്നാണ്. ഇത് ഡിവൈഡ് ചെയ്യാൻ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? അറിയായിരിക്കില്ലേ? നമുക്ക് ഈ 35നെ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അറിയില്ലേ? ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരണോ? നമുക്ക് നോക്കാം. എത്രയാണ്? 35 ഡിവൈഡഡ് ബൈ
12,000 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മേലെയുള്ള ആളെയാണ് നമ്മൾ ഉള്ളിലേക്ക് എഴുതുക അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് 35 വന്ന്, പിന്നെ പുറത്തേക്ക് ആര് വന്ന് 12,000 വന്ന് അല്ലേ. 12,000 വന്ന്. 35-ൽ 12,000 പോവോ? ഇല്ല അല്ലേ. അപ്പം എന്ത് വരും? 0 വരും. 0 × 12,000 എത്ര? 0. അപ്പോൾ 35 അല്ലേ. ഇത് കുറച്ച് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് ഇറക്കി ഇടാനില്ല. അപ്പം എന്ത് ചെയ്യുക? നമ്മളൊരു പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0 ഇടുക അല്ലേ. 350-ൽ 12,000 പോവോ? ഇല്ല. അപ്പോൾ ഒരു 0 ഇട്ടതിന് ശേഷം പിന്നെയും 0 × ഇത് 0. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ 350 പിന്നെയും വന്ന്. പിന്നെ എന്ത് ചെയ്യുക? ഒരു 0-നെയും കൂടി ഇറക്കിയിടുക അല്ലേ. 3,500-ൽ പോവോ? ഇല്ല. പിന്നെ എന്ത് വന്ന്? 0 വന്ന്. പിന്നെയും ഇവിടെ 0 വന്ന്. 3500. ഇനി എന്ത് ചെയ്യുക? ഒരു 0-യും കൂടി ഇറക്കിയിടുക അല്ലേ. അപ്പം എത്ര വന്ന്? 35,000 അല്ലേ. 35,000-ൽ 12,000 എന്തായാലും പോവും അല്ലേ. നമുക്ക് നോക്കാം എത്ര പ്രാവശ്യം പോകും നോക്കാം. 12 × 2 24. 12 × 3 36. അപ്പോൾ 3 പോവില്ല. അപ്പോൾ 2 പ്രാവശ്യമായിരിക്കും പോവുക അല്ലേ. 2 പ്രാവശ്യം. അപ്പോൾ 2 വന്ന് അല്ലേ. 2 × 12 എത്ര? 24 അല്ലേ. അപ്പോൾ 24,000. 24,000. ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 11,000. 11,000-ൽ 12,000 പോവില്ല. പിന്നെ എന്ത് ചെയ്യണം? ഒരു 0-യും കൂടി ഇടാം. അപ്പോൾ ഇത് എത്ര വന്ന്? 1,10,000 വന്ന്. 12,000 × 10 എത്ര കിട്ടുക? 1,20,000. അപ്പോൾ എത്ര പ്രാവശ്യം പോവായിരിക്കും? 9 പ്രാവശ്യമായിരിക്കും അല്ലേ. അപ്പോൾ 9 വന്നു കഴിഞ്ഞാൽ എത്ര വരും? 9. 12 × 9 18 10 അല്ലേ. 10,80,000 വരും അല്ലേ. 10,80,000 8,000 വരും. ഇനി ഇത് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. 0.0029 മീറ്റർ. ഇങ്ങനെയാണ് കേട്ടോ ഓരോരോ വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനത്തെ ഡിവൈഡ് ചെയ്യാൻ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ പീരീഡ് അല്ലെങ്കിൽ ഒഴിവ് സമയമൊക്കെ ഉണ്ടാവില്ലേ, ഒഴിവ് സമയത്തൊക്കെ ഓരോരോ വാല്യൂസ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മാത്തമാറ്റിക്സിൽ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രാഫിക് ഇല്ലുസ്ട്രേഷൻ ഓഫ് 2 waves ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3.2 m/s ഈസ് ഗിവൺ. അതായത് 2 വേവ് തന്നിട്ടുണ്ട്. 2 വേവും ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. സ്പീഡ് എത്ര തന്നിട്ടുള്ളത്? 3.2 m/s ആണ്. അപ്പോൾ സ്പീഡ് നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യുക? മാറ്റി എഴുതി അവിടെ വെക്കുക അല്ലേ. ഇവിടെ തന്നത് കൊണ്ട് നമ്മൾ മാറ്റി വേഗം തന്നെ എഴുതി വെക്കുന്നത്. അപ്പോൾ സ്പീഡ് എത്ര തന്നിട്ടുള്ളത്? 3.2 m/s. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, പീരിയഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ഈച്ച് വേവ്. 2 വേവിൻ്റെയും ഫ്രീക്വൻസി, പീരിയഡ്, വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എന്തായിരുന്നു? ഇവിടം വരെ ഇപ്പോൾ 1 സെക്കൻഡിലാണ് എത്തുന്നതെങ്കിൽ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ഫ്രീക്വൻസിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ 2 ആണ് അല്ലേ. അതാണ് ഫ്രീക്വൻസി. പീരിയഡ് എന്തായിരുന്നു? ഇങ്ങനെ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, എന്താണ് 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം അല്ലേ, ഇതായിരുന്നു പീരിയഡ്. പിന്നെ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് ദൂരം അല്ലേ, നമ്മളെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വാ. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ വേവ് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി. ഇവിടെ 1 സെക്കൻഡ് എന്ന് കാണുന്നുണ്ടോ? ഇല്ല. 4, 8, 12 അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി അവിടെ നിൽക്കട്ടെ. പീരിയഡ് കാണാൻ പറ്റുമോ നോക്ക്. പീരിയഡ് എന്തായിരുന്നു? 1 സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയമായിരുന്നു പീരിയഡ് അല്ലേ. അപ്പോൾ ഇവിടെ 1 സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം എത്ര? 8 ആണ് അല്ലേ. 8 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ പീരിയഡ് എത്ര കിട്ടി? പീരിയഡ് T = എത്ര കിട്ടി? 8 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എന്ത് കാണാം? പീരിയഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കാണാനായിട്ട് പറ്റും. കാരണം എന്താ? T = 1/f, F = 1/t. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ.
ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടി കിട്ടുകയാണെങ്കിൽ എഫ് കാണാനായിട്ട് പറ്റും അല്ലേ. എഫ് എങ്ങനെയാണ് കാണാം? അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ. അപ്പോൾ 1/t എത്രയാണ് തന്നിട്ടുള്ളത്? 8 അല്ലേ. 1/8 1/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടാം? 0.125 ഹെർട്സ് എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ആ ആൻസറിലേക്ക് എഴുതരുത് കേട്ടോ. 1/8 ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി എത്ര കിട്ടി? 0.125 ഹെർട്സ് കിട്ടി. എഫും കിട്ടി അല്ലേ. എഫ് എത്രയാ? 0.125 ഹെർട്സ് എന്ന് കിട്ടി. ഇനി എന്നാ കാണേണ്ടത്? വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. വേവ് ലെങ്ത് എങ്ങനെയാ കാണാ? നമുക്കറിയാം ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ ആണ് എന്നറിയാം. ലാംഡ അല്ലേ കണ്ടത്? ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ് ആണ്. വി എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 3.2 അല്ലേ. ആൻസർ എത്രയാ? 3.2 ഡിവൈഡഡ് ബൈ എഫ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 0.125 0.125. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക. 3.2 ഡിവൈഡഡ് ബൈ 0.125. അതെങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞൂടെ? 3.2 ഡിവൈഡഡ് ബൈ 0.125. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഇൻറ്റു 1000 കൊണ്ട് ചെയ്യാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഉള്ളെങ്കിൽ എന്താ? ഇൻറ്റു 10,000 വരും. പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് ഉള്ളെങ്കിലോ ഇൻറ്റു 10 വരും. 2 ഡിജിറ്റ് ആണെങ്കിൽ ഇൻറ്റു 100 വരും. അപ്പം താഴെ 1000 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ എന്ത് ചെയ്യണം? മേലെയും 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പം മേലെ എത്ര വരും? 3 2 0 0 വരും അല്ലേ. ഡിവൈഡഡ് ബൈ താഴെയോ 125. ഇനി എന്ത് ചെയ്യുക? 3200നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3200നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 25.6 മീറ്റർ. 25.6 മീറ്റർ. ഇത് ചെയ്ത് തന്നെ എത്തിക്കണം കേട്ടോ. 3200നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആൻസർ എത്തിക്കുക. ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? 25.6 മീറ്റർ. 25.6 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ചിത്രത്തിലുള്ള കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ചിത്രം നോക്കാം. സെക്കൻഡ് ചിത്രത്തിലുള്ള ഫ്രീക്വൻസി എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ അല്ലേ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. ഇവിടെ എത്തുമ്പോഴേക്ക് 1 സെക്കൻഡ് ആകുന്നുണ്ട്. 1 സെക്കൻഡിൽ എത്രയാണുള്ളത്? 1 അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എത്ര വന്നിട്ടുള്ള? 1. പീരീഡും എത്ര തന്നെയാ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എത്രയാ? 1 തന്നെയാണ് അല്ലേ. പീരീഡും എത്രയാണ്? 1 ആണ്. അപ്പോൾ വേവ് ലെങ്ത് കാണണം അല്ലേ. വേവ് ലെങ്ത് വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? വി ഡിവൈഡഡ് ബൈ എഫ് ആണ്. വി എത്രയാ? 3.2 ആണ് അല്ലേ. 3.2 ഡിവൈഡഡ് ബൈ എഫ് എത്രയാ? 1 ആണ് അല്ലേ. 1. അപ്പോൾ 3.2 ബൈ 1 എത്രയാ? 3.2 മീറ്റർ. 3.2 മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്? ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന ഇതിൽ ഏത് ഫ്രീക്വൻസി ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഫ്രീക്വൻസി ആയിരിക്കും? നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിബിലിറ്റി ഓഫ് ഹ്യൂമൻ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്നതിൻ്റെ സൗണ്ടിൻ്റെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ. ഫ്രീക്വൻസിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നു. അത് എത്രയായിരുന്നു? 20 ഹെർട്സ് അല്ലേ. 20 ഹെർട്സിൻ്റെയും 20,000 ഹെർട്സിൻ്റെയും ഇടയിൽ ആയിരുന്നു അല്ലേ. അതായത് ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാ? 20 ഹെർട്സ് ടു 20, ഇത് 3 0 അല്ലേ ഉള്ളൂ. അപ്പം എന്ത് എഴുതാം? 20 കിലോ ഹെർട്സ് എന്ന് എഴുതാം. അപ്പോൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 20 ഹെർട്സിൻ്റെയും 20 കിലോ ഹെർട്സിൻ്റെയും ഇടയിലാണ്. 20 ഹെർട്സിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ 20 കിലോ ഹെർട്സിന് മേലോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ മാത്രമേ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്? 5 ഹെർട്സ്. 5 ഹെർട്സ് 20നേക്കാൾ കുറവാണ്. അപ്പോൾ കേൾക്കാനായിട്ട് പറ്റുമോ? ഇല്ല. 2000 ഹെർട്സ്. 2000 ഹെർട്സ് ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ്. അപ്പം ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റും.
200 കിലോ ഹെർട്സ് 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലാണ്, അപ്പോൾ കേൾക്കാനായിട്ട് പറ്റില്ല. 50 കിലോ ഹെർട്സ് എന്താണ് 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലാണ്, അപ്പം അതും കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന ഇതിൽ ഏത് സൗണ്ടാണ്? 2000 ഹെർട്സ് ആണ് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് 5th ക്വസ്റ്റ്യൻ ആണ്. A wave has a frequency of 2 kilohertz and a wavelength of 35 centimeter. How far does this wave travel in 0.5 second? ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കിയിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, മാറ്റി എഴുതി വെക്കാം. നോക്കാം. വേവ് ഹാസ് ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 2 കിലോ ഹെർട്സ് അല്ലേ. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഹെർട്സ് തന്നിട്ടുള്ളത്? 2 കിലോ ഹെർട്സ്. 2 കിലോ ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ഹെർട്സ് ആയിരിക്കും അല്ലേ, 2000 ഹെർട്സ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ആൻഡ് എ വേവ് ലെങ്ത് ഓഫ് 35 സെന്റിമീറ്റർ. ലാംഡയും തന്നിട്ടുണ്ട് അല്ലേ. ലാംഡ എത്ര തന്നിട്ടുള്ളത്? 35 സെന്റിമീറ്റർ ആണ്. പക്ഷെങ്കിൽ ലാംഡ നമ്മൾ എപ്പോഴും പറയാം മീറ്ററിലല്ലേ അല്ലേ. ലാംഡാന്റെ യൂണിറ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? മീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്യണം അല്ലേ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 0.35 മീറ്റർ എന്ന് കിട്ടും അല്ലേ. 0.35 മീറ്റർ എന്ന് കിട്ടും. ഇനി എന്താ കണ്ടത്? ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്? ടി എത്ര തന്നിട്ടുള്ളത്? 0.5 സെക്കൻഡ് ആണ്. 0.5 സെക്കൻഡിൽ ഇത്രയും വേവ് ലെങ്ത് ഉള്ള, ഇത്രയും ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു? എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദൂരമാണ് കാണേണ്ടത് അല്ലെ. ദൂരം എങ്ങനെയാ കാണുക? സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. വി ഇൻറ്റു ടി ആണ്. വി ഇൻറ്റു ടി ആണ്. അപ്പോൾ ദൂരമാണ് നമുക്ക് കാണേണ്ടത്. ഡി ആണ് കാണേണ്ടത്. ഡി കാണണമെങ്കിൽ എന്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്? വിന്റെ ആവശ്യമുണ്ട്, ടീന്റെ ആവശ്യമുണ്ട്. ടി നമുക്കിവിടെ തന്നിട്ടുണ്ട്. വി നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ വി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആൾക്കാരെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ വി എങ്ങനെ കാണാം? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ ആണ് അല്ലെ. എഫ് എത്ര തന്നിട്ടുള്ളത്? 2000 ഇൻറ്റു ലാംഡ എത്ര തന്നിട്ടുള്ളത്? 0.35. 0.35. 2000 ഇൻറ്റു 0.35 ആൻസർ എത്ര കിട്ടുക? 700 അല്ലെ. 700 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 700 മീറ്റർ പെർ സെക്കൻഡ് ആണ് വി കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? ഡി കാണാലോ അല്ലെ. ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണ്. വി എത്ര കിട്ടിയിട്ടുള്ളത്? 700. ടി എത്ര കിട്ടിയിട്ടുള്ളത്? 0.5. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 700 ഇൻറ്റു 0.5 0.5. അപ്പോൾ എത്ര വരും? 35 ഒരു 0 അല്ലെ. 350 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പം ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഏതൊക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം തന്നെ മാറ്റി എഴുതാം. എന്നിട്ട് എന്തിനാണ് കിട്ടേണ്ടത് നോക്കുക. ഇവിടെ എന്തിനായിരുന്നു നമുക്ക് കിട്ടേണ്ടത്? ദൂരമായിരുന്നു അല്ലെ. ഹൗ ഫാർ ആണ് അല്ലെ. ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ആണ്. അപ്പോൾ ദൂരമാണ് കിട്ടേണ്ടത്. അപ്പോൾ ദൂരം കിട്ടാൻ എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കാം. അപ്പോൾ ആ സാധനമൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കാം. ആ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് 50 ക്രസ്റ്റ് ആൻഡ് 50 ട്രഫ് ഇൻ 0.5 സെക്കൻഡ്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വേവിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വേവ് 50 ക്രസ്റ്റും 50 ട്രഫും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ക്രസ്റ്റ് ആണ്, ഇതൊരു ട്രഫാണ് അല്ലേ. ഇത് ഒരു ക്രസ്റ്റ് ആണ്, ഇതൊരു ട്രഫാണ്, ഇതൊരു ട്രഫാണ്. അങ്ങനെ ഇങ്ങനെ എത്ര ക്രസ്റ്റും ട്രഫും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 50 ക്രസ്റ്റും ട്രഫും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ക്രസ്റ്റ് ഒരു ക്രസ്റ്റും ട്രഫും കൂടി കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ ആയല്ലോ അല്ലേ.
ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ ആയി അല്ലെ. ഇത്രയും ഭാഗം ഒരു ഓസിലേഷൻ ആയി അല്ലെ, ഒരു ഓസിലേഷൻ ആയി. ഇത്രയും ഭാഗം പിന്നെയും വേറൊരു രണ്ടാമത്തെ ഓസിലേഷൻ ആയി. അങ്ങനെ എത്ര ക്രസ്റ്റും ട്രഫും? 50 ക്രസ്റ്റും 50 ട്രഫും ആണുള്ളത് അല്ലെ. 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ഓസിലേഷൻ ഉണ്ടാകുന്നത്? ഓസിലേഷൻ എത്ര കിട്ടുന്നുണ്ടാവും? എത്ര കൂടി ഓസിലേഷൻ ചെയ്യുന്നുണ്ടാവും? എത്ര സൈക്കിൾ ആയിരിക്കും അത് ഉണ്ടാക്കുന്നുണ്ട്? 50 ആയിരിക്കും അല്ലെ. 50 ആയിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. സമയം എത്രയാ തന്നിട്ടുള്ളത്? 0.5 തന്നിട്ടുണ്ട് അല്ലെ. ടൈം എത്രയാ തന്നിട്ടുള്ളത്? 0.5 സെക്കൻഡും തന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. O ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. O എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെ. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടൈം അല്ലെ. ഇവിടെ എന്താ നമുക്ക് കാണേണ്ടത്? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ആണ് അല്ലെ കാണേണ്ടത്. ഫ്രീക്വൻസി എങ്ങനെയാ ഇപ്പൊ കാണാ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എഫിന് ഇവിടെ വെച്ച് ടീനെ ഇങ്ങോട്ടേക്ക് എടുത്ത്, അപ്പൊ O ബൈ ടി അല്ലെ. O ബൈ ടി. എഫ് ഈസ് ഈക്വൽ ടു O ബൈ ടി. O എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻ. എത്ര ഓസിലേഷൻ ഉണ്ട്? 50 അല്ലെ. 50 ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം. ടൈം എത്രയാ? 0.5 സെക്കൻഡ് അല്ലെ. 0.5 സെക്കൻഡ്. ഇവിടെ ഒരു പോയിന്റ് ആണല്ലോ, അപ്പൊ ഇൻറ്റു 10. ഇവിടെ എന്ത് വരും? ഇൻറ്റു 10. അപ്പൊ എന്ത് വരും? 500/5 എത്ര വരും? 100 ഹെഡ്സ് എന്ന് വരും. 100 ഹെഡ്സ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. O ഈസ് ഈക്വൽ ടു എഫ് ടി. ചിലപ്പോൾ എഫ് കാണാനായിരിക്കും പറയാം, ചിലപ്പോൾ ടി കാണാനായിരിക്കും പറയാം, ചിലപ്പോൾ O കാണാനായിരിക്കും പറയാം. അപ്പോൾ എന്താണ്? ഈ ഇക്വേഷൻ പഠിച്ച് വെക്കാം. അപ്പോൾ 6th ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൺ ഇൻ ദ ഫിഗർ 1.31A ആൻഡ് 1.31B? രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫിഗേഴ്സിലും എന്താണ് ഡിഫറെൻ്റ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ, വേവ് ലെങ്ത് ആണോ ഡിഫറെൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ടൈം പീരീഡ് കാണാം അല്ലെ. ടൈം പീരീഡ് എങ്ങനെയാ കാണാം? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം അല്ലെ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എത്ര ടൈം എടുക്കുന്നത്? 4 സെക്കൻഡ് അല്ലെ. ഇവിടെയും എത്ര എടുക്കുന്നത്? 4 സെക്കൻഡ്. അപ്പൊ ടൈം പീരീഡ് എന്താ? കറക്റ്റ് ആണ്, രണ്ടിനും സെയിം ആണ്. ടൈം പീരീഡ് കറക്റ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കും? കറക്റ്റ് ആയിരിക്കൂലേ അല്ലെ. കാരണം എന്താ? ടി ഈസ് ഈക്വൽ ടു 1/f ആണ് അല്ലെ. ടി ഈക്വൽ ടു 1/f ആണ്. എഫ് ഈക്വൽ ടു 1/t ആണ്. ഇപ്പൊ ടി രണ്ടിന്റെയും 4 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഫ്രീക്വൻസി എന്ത് തന്നെയാ? രണ്ടിന്റെയും സെയിം തന്നെയാണ് കിട്ടുക. അപ്പൊ ഫ്രീക്വൻസി സെയിം ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് നോക്കാം? വേവ് ലെങ്ത് നോക്കാം അല്ലെ. വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു വേവ് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ദൂരം. എത്ര ദൂരം എടുത്തിട്ടുള്ളത്? സെയിം തന്നെയല്ലേ, രണ്ടിൻ്റെയും ഒരേ ദൂരമാണ് ഏകദേശം വന്നിട്ടുള്ളത്. ഇനി നോക്ക് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് 0.05 ആണ്. ഇവിടുത്തെയോ 0.03. അപ്പോൾ ഇതിന് ഒരു മാറ്റം ഉണ്ട് അല്ലേ. അപ്പൊ എന്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താണ് വന്നിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ. The distance between two adjacent troughs of a transverse wave is 2 meter. Find the frequency if its speed is 20 meter per second. ഒന്നുകൂടി വായിക്കാം. The distance between two adjacent trough of a transverse wave is 2 meter. അപ്പം അതെന്തായിരിക്കും തന്നിട്ടുള്ളത്? ഇങ്ങനെയാണ് അല്ലേ ഒരു ട്രാൻസ്വേഴ്സ് വേവ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ രണ്ട് അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള ദൂരം 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ ദൂരത്തിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? വേവ് ലെങ്ത് എന്നായിരുന്നു അല്ലെ. ലാംഡ ആയിരുന്നു അല്ലെ. ലാംഡയാണ് ഇത്. അപ്പൊ രണ്ട് അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള ദൂരം 2 മീറ്റർ ആണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും തന്നിട്ടുള്ളത്? 2 മീറ്റർ ആയിരിക്കും. അപ്പൊ ലാംഡ എത്രയാണ്? 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്.
ഫൈൻഡ് ദ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് 20 മീറ്റർ. അതിൻ്റെ സ്പീഡ് എത്ര തന്നിട്ടുള്ളത്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി എങ്ങനെയാണ് കാണാൻ? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. അപ്പോൾ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി എത്ര തന്നിട്ടുള്ളത്? 20 അല്ലേ, 20 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ലാംഡ എത്ര? 2 മീറ്റർ. അപ്പം എത്ര കിട്ടും? 20/2 എത്ര കിട്ടിയത്? 10 അല്ലേ, 10 ഹെർട്സ് ആണ്. എത്രയാണ്? 10 ഹെർട്സ് ആണ് ഇതിൻ്റെ ഉത്തരം. ഫ്രീക്വൻസി എത്രയാണ്? 10 ഹെർട്സ്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ്. എന്താണ് ട്രാവൽ ചെയ്യുന്നത്? ദ വേവ് അല്ലേ, ദ വേവ്. വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ദ വേവ് ട്രാവൽസ്. പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. പാർട്ടിക്കിൾ അവിടെ വെച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. എന്താണ് ട്രാവൽ ചെയ്യുന്നത്? വേവ് ആണ് അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു പോയിന്റിലേക്ക് വേവ് ആണ് ട്രാവൽ ചെയ്യുന്നത്. Two pith balls are suspended near the two prongs of a tuning fork fixed on a table so as to touch the prongs. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് ടേബിളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് എന്താ? 2 ബോളുകളും സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ പേഴ്സൺ പ്ലേസ് എ പിയാനോ സിറ്റിംഗ് നിയർ ദം. ഇത് വെച്ചതിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ ദിസ് കേസ് ദ പിത്ത് ബോൾ മൂവ് സ്ലൈറ്റ്ലി. വാട്ട് ഈസ് ദ റീസൺ? ഈ ഒരു കേസിൽ പിത്ത് ബോൾ മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? പിയാനോ വായിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലേ. ആ സൗണ്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് അയ്യ ബോളിനെയും കൂടി എന്ത് ചെയ്യിപ്പിക്കും? വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ളതിനെ പേര് വിളിക്കുന്ന എന്തായിരുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. While playing certain notes on the piano, the pith balls are thrown to a maximum distance. Which phenomenon is responsible for this? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പാലത്തിലൂടെ സോൾജേഴ്സ് നടന്നു പോകുമ്പോൾ ഒരേപോലെ മാർച്ച് ചെയ്ത് പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സോൾജേഴ്സിൻ്റെ ബൂട്ടിൻ്റെതും പിന്നെ പാലത്തിൻ്റെതും മാച്ചായി കഴിഞ്ഞാൽ അത് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫിനോമിനൻ്റെ പേരെന്തായിരുന്നു? റെസൊണൻസ്. എന്താണ്? റെസൊണൻസ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അല്ലേ. പിത്ത് ബോൾ എന്താണ്? ത്രോൺ ടു മാക്സിമം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഫിനോമിനൻ്റെ പേരെന്താണ്? റെസൊണൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ബാക്കി ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാനായിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. കൂടാതെ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ എനിക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.